ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പം ഞാൻ വന്നത് ഇവിടെ ഒരാൾ ചെരുപ്പ് വെച്ച് കളിക്കരുതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെരുപ്പ് തരാതെ എൻ്റെ ബാൻഡേ പിടിച്ചോളാമെന്നും പറഞ്ഞു. ഞാൻ താഴെ പിടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാൻഡേ പിടിച്ചോളാം എന്ന് പറഞ്ഞ് എനിക്ക് ചെരുപ്പ് തരാതിരിക്കുക. കണ്ടോ 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 കള്ളി ആ അപ്പം ഞാൻ ഇന്ന് ശരിക്കും വന്നത് കുക്കി ചെറുതായിരുന്ന സമയത്ത്, അതായത് ഒരു 6 to 7 months ആയിരുന്ന സമയത്ത്. അതിന് മുന്നേ തന്നെ നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച ടോയ്, അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം ഫസ്റ്റ് വാങ്ങിച്ച ടോയ് ആണ് ഒരു മങ്കിയുടെ. അത് ഞാൻ ശരിക്കും ഇപ്പോൾ ഒരുമിച്ച് വീഡിയോ എടുക്കുവായതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് വൺ സ്ട്രെച്ച് ഞാൻ വീഡിയോ എടുത്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ മിക്കവാറും കവർ പിക്കിലിട്ടേക്കാം. ഓക്കെ, അത് ഏത് ടോയ് ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു മങ്കിയുടെ ഒരു ടോയ്, അത് എനിക്കൊന്ന് നല്ല റിവ്യൂസ് ഉള്ള ഒത്തിരി പേര് വാങ്ങിക്കുന്ന, നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒന്നല്ല, ഇതിൻ്റെ പലതരം ആനിമൽസും ഒക്കെ വെച്ചിട്ടുള്ള ടോയ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഈ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പം നിങ്ങൾ വാങ്ങിച്ചതായിരിക്കും. അപ്പം ഇതൊരു മങ്കിയാണ് സാധനം. ഞാൻ ഇതിൽ കൊടുത്തേക്കാം കവർ പിക്കില്ല. അപ്പം ഈ മങ്കി എന്ന് പറഞ്ഞാൽ വാച്ച് പോലെ ഇങ്ങനെ കെട്ടാം, വെൽക്രോ വെച്ച്, മറ്റേ വെൽക്രോ ഉണ്ടല്ലോ, ആ സാധനം വെച്ചിട്ട് ഇങ്ങനെ കെട്ടാം. അവരുടെ കൈ മങ്കിയിരിക്കും. അപ്പോൾ അവർ കാലും കൈയും ഇട്ട് അനക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ അനക്കുമ്പോഴത്തേക്കും കുക്കി എങ്ങനെ അനക്കിയത്, അങ്ങനെ അനക്കുമ്പോഴത്തേക്കും ഇതിനകത്തൊരു കിലുക്കിയുണ്ട്. അതായത് എന്തൊക്കെയോ മുത്തുകളുണ്ട്. അപ്പം അതിങ്ങനെ കുലുങ്ങിയിട്ട് ആണിത് ശബ്ദം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഏജ് അപ്രോപ്രിയേറ്റ് ടോയ്സ് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം ഇവരുടെ ഈ കാലും കൈയും മാത്രം ഇങ്ങനെ ഇത്രയും ചെറിയ സമയത്ത് അത് മാത്രം അവരിങ്ങനെ അവരുടെ ആവശ്യത്തിന് അനങ്ങത്തുള്ളൂ. വേറെ ചിലപ്പം കമന്ന് കിടക്കുന്നതിനോ ഇരുന്ന് കൈവച്ചൊക്കെ എടുത്ത് കളിക്കുന്നതിന് മുന്നേ ഏറ്റവും ആദ്യം ഇവർക്ക് തന്നെ ചെയ്യാൻ പറ്റും, നമ്മളെന്തെങ്കിലും കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ, കാലിൽ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അത് കുലുക്കുമ്പോൾ ഈ ശബ്ദം വരും. പിന്നെ നമ്മളാണെങ്കിലും ഈ കിളിക്ക് പോലത്തെ സാധനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ കിളിക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ ഈ സാധനം നമ്മൾ വാങ്ങിച്ചു, ഇങ്ങനെ കെട്ടിക്കൊടുത്തു. അപ്പം നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ വാങ്ങിച്ച സാധനം കേട്ടോ. ഫസ്റ്റ് ടോയ് ആണെന്ന് തോന്നുന്നു, ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ എനിക്ക് ഓർമ്മയില്ല, ഫ്ലിപ്കാർട്ട് സംതിങ് വാങ്ങിക്കുന്നത്. അപ്പം ഇത് വാങ്ങിച്ചു. അപ്പോൾ ആദ്യത്തെ സമയത്ത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കാരണം ഇത് കെട്ടി കൊടുക്കുമ്പോൾ അവളിങ്ങനെ കുലുക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ ശബ്ദമുണ്ട്. അപ്പം നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്കിതിനെപ്പറ്റി എന്താണ് പ്രശ്നം എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. ഇവള് കുറച്ചും കൂടെ ഒന്ന് ആയതിന് ശേഷം ഈ സെയിം ടോയ് നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ. അപ്പോൾ ഒരു 7-8 months ഒക്കെ ആയ സമയത്ത് ഇരുന്ന് കളിക്കാൻ തുടങ്ങിയ സമയത്ത്, അതിന് മുന്നേ തന്നെ ഇവർക്ക് എന്ത് കിട്ടിയാലും ഇവരെടുത്ത് വായി വെക്കും. അപ്പോൾ അത് അന്നും ഇപ്പോഴും അതിൻ്റെ ശീലമുണ്ട്. ഇപ്പം 2 years ആവാറായി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന ഇത് ഭയങ്കര സേഫായിട്ടുള്ളതിന് അത്രയും നല്ല റിവ്യൂസുള്ള, കാണാൻ നല്ല രസമുള്ള, ഇവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്കും സേഫായിട്ട് തോന്നുന്ന ഒരു ടോയ് ആണ് നമ്മൾ വാങ്ങിച്ച് ഇവർക്ക് കൊടുക്കുന്നത്, അല്ലേ, കളിക്കാനായിട്ട്. അപ്പം ഇത് എനിക്ക് ഒരു ദിവസം രാവിലെ എനിക്കൊരു ഷോക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഇവള് ഉറങ്ങുമായിരുന്നു. അതായത് ഈ ഒരു 7-8 months സംതിങ് ആയപ്പോഴത്തേക്കും ഇവള് ബെഡേൽ, എപ്പോഴും നമ്മൾ ബെഡേൽ ഇട്ടേക്കുന്ന ടോയ് ആയിരുന്നത്. ഇവള് കിടക്കുന്ന സമയത്ത്, നമ്മുടെ ബെഡേൽ ഉണ്ടായിരുന്ന ടോയ്. അതായത് എപ്പോഴും ഇവള് കളിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ കൈ പിടിച്ചൊക്കെ ഇങ്ങനെ വലിക്കും, കടിക്കും, അതൊക്കെ ചെയ്യും. അപ്പം ആ സമയത്ത് ഞാൻ ഒരു ദിവസം രാവിലെ നോക്കിയപ്പോഴത്തേക്കും ഒരു മുത്ത്, ഞാനിങ്ങനെ കർട്ടൻ തുറന്ന്, അതായത് ഇത് രാത്രിയിലോ അങ്ങനെ എന്തോ സംഭവിച്ചാണ്. അപ്പോൾ ഒരു മുത്ത് ഞാൻ കണ്ട് ബെഡിൽ. അപ്പം ഞാൻ ഭയങ്കര പാനിക്കായി, കാരണം ഞാൻ ഭയങ്കരമായിട്ട് നോക്കി സൂക്ഷിച്ചാണ്, അതായത് നമ്മൾ ഈ ഒരു സമയത്ത് ഒരു 4-5 വയസ്സ് വരെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവർക്ക് പറ്റാത്ത സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിക്കണം. അപ്പോൾ ഈ മുത്ത് കിടക്കുന്നുണ്ട് ഈ ബെഡിൽ. അപ്പം
അപ്പോൾ എനിക്ക് ഭയങ്കര പാനിക്കായിട്ട് ഞാൻ ഇങ്ങനെ എല്ലാവരും പപ്പടുത്തും അമ്മയടുത്തും എല്ലാവരും വരുന്ന ചോദിക്കും ഈ മുത്ത എങ്ങനെ ഇവിടെ വന്ന്, ഈ മുത്ത എങ്ങനെ ഇവിടെ വന്ന്. പിന്നെ ഒരു സാധനങ്ങളും മുത്ത് വരുന്ന ഒന്നും എൻ്റെ റൂമിൽ പോലും ഞാൻ ആ സമയത്ത് ആർട്ട് വർക്കൊക്കെ ചെയ്യുമ്പോഴും എന്തെങ്കിലും മിസ്റ്റേക്കിന് എവിടെയെങ്കിലും ഈ സിബിന്ന് വല്ലതും താഴെ വീണ ആരുടെയെങ്കിലും കാലിലോ ചെരുപ്പയിലോ പറ്റി എന്താണ് എങ്ങാണം എന്താണ് ഇവള് താഴെ ഇരുന്ന് കളിക്കുന്ന സമയത്തോ എന്തെങ്കിലും എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ ഇത് ബെഡിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ വന്നിട്ട് ഞാൻ നോക്കണം ഇത് എവിടെ നിന്നും വരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല എവിടെ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവളെയും കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ചെറിയ ഇവരുടെ ബേബീസിൻ്റെ ടേബിളും ചെയറുള്ള നേരത്തെ ഓൾഡ് വീഡിയോസിനകത്ത് നിങ്ങൾ അറിയായിരിക്കും. അപ്പോൾ ആ വീഡിയോസിനകത്ത് ചെയറിനകത്ത് ഇരുത്തിയിട്ട് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. അപ്പോൾ അവൾ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഇത് പിടിച്ചിങ്ങനെ കുലുക്കുന്നു. കുക്കി അങ്ങനെ ചെയ്യാതെ ഇപ്പോഴും കണ്ടോ ഒരു ഇല എവിടെ നിന്ന് കണ്ടു എടുത്തിട്ട് വായ വെച്ചു. അങ്ങനെ ചെയ്യല്ലോ കുക്കി. താഴെ നിന്ന് അഴുക്കൊന്നും എടുത്ത് വെക്കരുത് കേട്ടോ. ഓക്കെ, ഗുഡ് ഗേൾ ആണോ? അപ്പം എന്താണ് കുക്കി അങ്ങനെ ചെയ്യല്ലേ, കുക്കിയെ തുപ്പിയേ, കുക്കി തുപ്പ, അങ്ങനെ ചെയ്യല്ലേ. ഓക്കെ, കണ്ടോ ഇപ്പോഴും കണ്ടോ. അപ്പോൾ ഇത്രയും വയസ്സായിട്ടും ഓരോന്നൊക്കെ കിട്ടുന്ന അവള് അടുത്ത് വായി വെക്കും. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. കുക്കി അങ്ങനെ ചെയ്യല്ലേ, കുക്കി. അപ്പം അങ്ങനെ ഈ ചെയറിൽ ഇരുത്തി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോണ്ടിരുന്നപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ഒരു സാധനം ആണെങ്കിൽ അവളെടുത്ത് ഇങ്ങനെ കുലുക്കി ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഞാൻ കണ്ടു ലൈക്ക് ഇതിൻ്റെ സ്റ്റിച്ച് പൊട്ടിയിരിക്കുന്നു. അപ്പം ഞാൻ എന്നിട്ടത് പതുക്കെ സ്റ്റിച്ചിങ്ങിന് നോക്കിയപ്പോഴത്തേക്കും ഒരു സൈഡിൽ, അതായത് ഈ വാച്ചിൻ്റെ ഇങ്ങനെ വാച്ച് പോലെ ഇരിക്കുന്നതിനകത്ത് 2 സൈഡുണ്ടല്ലോ, അതും അതുപോലെ തന്നെ എൻ്റെ പുറം ചെവിയുടെ ഭാഗം അങ്ങനെ എന്തോ തുറന്നിരുന്നിട്ട് ഇതിനകത്ത് മൊത്തം സ്പോഞ്ചാണ്. അപ്പോൾ ഈ സ്പോഞ്ചല്ല എന്തായാലും പറയുന്ന പഞ്ഞി. അപ്പോൾ ഈ പഞ്ഞി തുറന്ന് ഞാനിങ്ങനെ ഇച്ചിരി ഏരിയ ഇത്രേ ഉള്ളൂ അത്. അപ്പം അത് ഞാനിങ്ങനെ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് അവര് എന്തുവാ ഈ ഒരു സാധനം ഇവിടെ നിന്ന് കാക്ക ഓടിക്കുക, കാക്ക ഇങ്ങോട്ട് പോവാ. അപ്പം അറ്റ്ലീസ്റ്റ് അവർ ഈ ഒരു സാധനം ഈ ഒരു കുഞ്ഞ് 2 അടപ്പ് പോലത്തെ സാധനം ചുമ്മാതെ വെച്ചേക്കും. നമ്മളിപ്പോൾ ഒരു പെപ്സിയുടെ 2 അടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാതെ വെക്കുമല്ലോ, അതുപോലെ ചുമ്മാതെ വെച്ചിട്ട് അതിനകത്തൊരു 10 മുത്തും ഇട്ടിട്ടാണ് അവർ വെച്ചേക്കുന്നത്. അതായത് ഭയങ്കര എന്തോ ഒരു പ്ലാസ്റ്റിക് പോലെ സാധനവും പിന്നെ ഒരു കുഞ്ഞു ബീഡ്സ്, കുഞ്ഞെന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ അത്രയും പോലും സൈസില്ലാത്ത ബീഡ്സ് ഒരു 8-10 എണ്ണം ബ്ലാക്ക് കളർ. അപ്പം ഞാനിത് കണ്ട് എനിക്ക് ഷോക്കായിട്ട് ഞാൻ ഓടിപ്പോയി ബെഡിൽ പോയി ഒന്നുകൂടെ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു 5-6 എണ്ണം കിടക്കുന്നു ആ ബെഡിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി. കാരണം എങ്ങാണം വായിലിട്ടിട്ടുണ്ടോ, വായിൽ പോയിട്ടുണ്ടോ, നമ്മൾ ഫുൾ ടൈം അവിടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് വായിലിടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും രാത്രി വല്ലതും എന്തെങ്കിലും സംഭവിച്ചോ, നമ്മളിപ്പം ഉറക്കത്തിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം, അതായത് 1 വയസ്സ് വരെ ഞാൻ ലൈറ്റ് ഇട്ടിട്ടാണ് കിടന്നിട്ടുള്ളത്. അതായത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കടിച്ചാലോ അല്ലെങ്കിൽ കുത്തിയാലോ എന്നൊക്കെ വിചാരിച്ച് എനിക്ക് ഒരു ടെൻഷൻ. കാരണം കുഞ്ഞിലേ തൊട്ടേ എനിക്കാണെങ്കിൽ ലൈറ്റ് ഒട്ടും പറ്റാത്ത ഒരാളാണ് ഉറങ്ങുമ്പം. അപ്പം ഞാൻ എപ്പോഴും ഇപ്പം ഹോസ്റ്റൽ സമയത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എവിടെ ആണെങ്കിലും റൂമിലൊക്കെ ആണെങ്കിലും എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്താൽ ഇത്രയും ലൈറ്റ് ഇല്ലാതെ ആണ് എനിക്ക് ഉറക്കം വരത്തുള്ളൂ. പക്ഷേ ഇവർക്ക് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്നുവെച്ചാൽ ടെൻഷൻ കാരണം എന്തെങ്കിലും വന്ന് കടിക്കുമെന്ന് കാരണം ഞാൻ 1 വയസ്സ് വരെ എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ
എന്താണ് ലൈറ്റ് ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ ഡിജോ അടുത്ത് ഇങ്ങനെ പറയുന്നു ലൈറ്റ് ഇട്ടിട്ടാണ് ഉറങ്ങുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡിജോ ഒരു സാധനം, ഒരു കുഞ്ഞു ലാമ്പ്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ 2-3 ഫ്ലവറും ലീവ്സും ഒക്കെ വെച്ചിട്ട്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തോ സാധനം, ഇതിനകത്ത് വെട്ടം കിട്ടുമോ? കാരണം എനിക്കാണെങ്കിൽ ലൈക്ക് നമ്മൾ ഉറങ്ങുമ്പോൾ ഇത് ചെറിയ വെട്ടമാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കഴിഞ്ഞു പോയാലും അങ്ങനെ എന്തെങ്കിലും കാണണം എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ എന്തായാലും എന്തായാലും അത് വാങ്ങിച്ചത് നല്ലതായിരുന്നു. കാരണം എന്തുവാ, അത്യാവശ്യം നല്ല വെട്ടവും കിട്ടുന്നുമുണ്ട്, എന്നാൽ ഭയങ്കര ഹെവി നോർമൽ ലൈറ്റിൻ്റെ അല്ലാത്ത, വൈറ്റ് ലൈറ്റ് അല്ലാത്ത കുറച്ച് കളർഫുൾ ലൈറ്റ്സ് ഇങ്ങനെ മാറി മാറി അതിനകത്ത് വരും. അത് നമ്മളറിയത്തില്ല, അത് അവിടെ തന്നെ കിടന്ന് ഇങ്ങനെ അനങ്ങും. പക്ഷേ നല്ലൊരു നൈറ്റ് ലാമ്പാണ് അത്, നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഇവക്ക് ഇതും അവൾക്കിപ്പോൾ അതും ഇഷ്ടമാണ് ആ ലാമ്പ്. അപ്പോൾ ഇവക്കും ലൈറ്റ് പറ്റത്തില്ല, രാത്രി ആകുമ്പോഴത്തേക്കും അവൾ ലൈറ്റ് ഓഫ് ചെയ്തോ മമ്മ, ലാമ്പിട്ടോ എന്നാണ് അവൾ തന്നെ പറയും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു എത്രയും ചെറിയ സമയത്തൊരു ലൈറ്റ് വരുന്നത് തന്നെയാണ്, ലൈറ്റ് ഇട്ട് ഉറങ്ങുന്നത് തന്നെയാണ് നല്ല, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നാൽ. അപ്പം ഒന്നാമത്തെ കാര്യം ഏജ് അപ്രോപ്രിയേറ്റ് ടോയ്സ്. രണ്ടാമത്തെ കാര്യം, ഏത് ടോയ്സ് ആണെങ്കിലും നമ്മളൊരു ഏത് ഏജിനാന്ന് അവരെഴുതിയാലും നമ്മൾ നന്നായിട്ട് നോക്കണം. എന്തെങ്കിലും സേഫാണോ, പോയിൻറ്റഡ് ആയിട്ടുള്ളതുകൊണ്ടോ, ഇതുപോലെ എന്തെങ്കിലും അകത്തുനിന്ന് പൊട്ടി വരുന്നതുണ്ടോ. കാരണം ഇതുപോലെ വേറെ നമ്മൾ 2-3 ഇവർക്ക് കിലുങ്ങുന്ന ആ ശബ്ദം ഭയങ്കര ഇഷ്ടമായി, എല്ലാ ബേബീസിനും ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് വാങ്ങിച്ചപ്പോഴാണെങ്കിൽ ഒരെണ്ണം നമ്മളൊരു കടയിൽ പോയി ജസ്റ്റ് വാങ്ങിച്ചു, അതൊരു എക്സിബിഷനായിരുന്നു. അപ്പോൾ അവൾ അതിങ്ങനെ വേണം എന്നിങ്ങനെ കാണിച്ചപ്പോഴേക്കും നമ്മളത് വാങ്ങിച്ച് നമ്മൾ വേറൊരു കടയിൽ പോയി അത് താഴെ അവിടെ കഴിഞ്ഞ് താഴെ വീണപ്പം തന്നെ അത് പൊട്ടിയിട്ട് അതിനകത്തെ ബീഡ്സ് എല്ലാം 2-3 കുഞ്ഞു ബീഡ്സ് ഇങ്ങനെ പോയി. ഇപ്പം കുറച്ചും കൂടെ വലിയ കുട്ടി, ഇപ്പം ഇത്രയും ബേബീസിൻ്റെ കൂടെ ഇച്ചിരി കൂടെ 2-3 ഇയേഴ്സ് ടോഡ്ലേഴ്സ് കളിക്കും. അവരെന്തെങ്കിലും അടിച്ച് പൊട്ടിക്കുകയാണെങ്കിൽ ഇതൊക്കെ അവിടെ വീഴും. മമ്മ വീഡിയോ എടുക്കുക കുക്കി, എന്തോ ചെയ്യുക മമ്മ, എടുക്കണ്ടോ മമ്മ? ഒന്ന് എടുത്തോട്ടെ പ്ലീസ്, ഒരു പെർമിഷൻ തരാമോ? താങ്ക് യു കുക്കി, പെർമിഷൻ തന്നു വീഡിയോ എടുക്കാൻ. അപ്പം അവരെ ഇപ്പം ഏത് ഏജ് ആണെങ്കിലും നമ്മളും കൂടെ ഒരു നോട്ടം വേണം, ലൈക്ക് ഹൗ ദേ ആർ പ്ലേയിങ്, എന്തെങ്കിലും സേഫ് ആണോ എന്നുള്ളത്. ഇതുപോലത്തെ കിലുങ്ങുന്ന സാധനം എസ്പെഷ്യലി നമ്മൾ വിചാരിക്കും പുറത്തുനിന്ന് സേഫാണ്, പക്ഷേ അതുപോലെ തന്നെ എന്താണ് ബട്ടൺ ബാറ്ററീസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എസ്പെഷ്യലി തെർമോമീറ്റർ, മറ്റേ നമ്മൾ എല്ലാവരുടെയും കൈ കാണും, കുട്ടികളുടെ അടുത്തായിരിക്കും. തെർമോമീറ്ററിൻ്റെ ബാക്കിൽ അത് എനിക്കൊരു പണി കിട്ടേണ്ടതായിരുന്നു. കാരണം എനിക്കത്ര നമ്മൾ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട്, ഞാൻ തുറന്നൊന്നും നോക്കാത്തത് കൊണ്ട്, തുറന്ന് നോക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല ഇതിനെ പുറകിൽ ബട്ടൺ ബാറ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം ഭയങ്കര ഇഷ്യൂ ആണ്, ഈ ബട്ടൺ ബാറ്ററീസ് കാരണം. അപ്പം ഇതിൻ്റെ പുറകിൽ ചുമ്മാ ഒന്നിങ്ങനെ വലിച്ചാൽ, പേനയുടെ ക്യാപ്പ് ഊരുന്ന പോലെ വലിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ കുഞ്ഞു ബട്ടൺ ബാറ്ററി അവരതെടുത്ത് ഇടുവാണെങ്കിൽ പ്രശ്നം വരും. വായിക്കകത്തിട്ട് വിഴുങ്ങി കണ്ട കാലയിൽ ഉമ്മ കൊടുക്കാൻ, എടി കള്ളി ഉമ്മ 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 ഉമ്മ. അപ്പം ബട്ടൺ ബാറ്ററീസ് വിഴുങ്ങി ഒത്തിരി കുട്ടികൾ മരിച്ചിട്ടുണ്ട്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇവളാണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ സമയത്ത്, എനിക്കറിയത്തില്ലായിരുന്നു ഇത് ആക്ച്വലി, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ഇവളാണെങ്കിൽ എല്ലാ ക്യാപ്പും എന്താ ഉണ്ടെങ്കിലും ഇങ്ങനെ തുറക്കുന്ന, നേരത്തെ തന്നെ കൊച്ചിലെ തൊട്ട് ഇതെല്ലാം തുറക്കാനും അടയ്ക്കാനും സിബ് ഇങ്ങനെ ഊരുന്നതും എല്ലാം അവൾക്ക് സ്പീഡി അവൾ ചെയ്യുമായിരുന്നു. അപ്പം അവൾ ഈ തെർമോമീറ്ററിൻ്റെ ഇതിൻ്റെ ബാക്കിൽ ഇതെടുത്ത് ഇങ്ങനെ വേറെ വേറെ കളർ, താഴോട്ട് വൈറ്റും മേലോട്ട് ബ്ലൂ, അപ്പോൾ ഇങ്ങനെ തുറക്കാനും നമുക്ക് തോന്നും. അപ്പോൾ ഇവളിങ്ങനെ തുറന്നപ്പോഴത്തേക്കും ഈ ബാറ്ററി ഇരിക്കുന്നു. ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചു വെച്ചിട്ട് ഞാനിങ്ങനെ ഡിജോ എടുത്ത് പറഞ്ഞു,
ഈ സംഭവം. അപ്പം ഡിജു പറഞ്ഞു അതെ, ഞാൻ വിചാരിച്ചു നിനക്ക് അറിയായിരിക്കും ഇതിനകത്ത് ഇതുണ്ടെന്ന്. പക്ഷെ എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാനത് അവിടെ കയ്യിൽ കൊടുക്കത്തില്ല, അല്ല അടുത്ത് പോലും വെക്കത്തില്ല. അതിനുശേഷം പിന്നെ ഞാൻ സൂക്ഷിച്ച. പിന്നെ ആ സമയത്ത് പോലും എന്താണ്, ആ സമയത്ത് പോലും നമ്മൾ ഓൺ ദ സ്പോട്ട് എന്താണ് കണ്ണ് അവരുടെ എന്തോ മേത്തുള്ളത് കൊണ്ടാണ് നമുക്കിതെല്ലാം പെട്ടെന്ന് മാറ്റാനും എല്ലാം പറ്റുന്നത്. അതാണ് ഒരു കാര്യം. സോ അതെല്ലാം നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതാണൊരു സംഭവം. അതുപോലെ എല്ലാ മരുന്നുകളും കാര്യങ്ങളും, ചെറിയ ടാബ്ലറ്റ്സ്, അതൊക്കെ നമ്മുടെ ആണെങ്കിലും ലൈക്ക് ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിൻ്റെയൊക്കെ പ്രഷർ അല്ലെങ്കിൽ എന്തെങ്കിലും ഷുഗർ അങ്ങനത്തെ ഇതൊക്കെ നമ്മുടെ ഒരു വലിയ ബോഡിയിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രഷറാണേലും ഷുഗറാണേലും അങ്ങനത്തെ ഓരോരോ മരുന്നുകൾ കഴിക്കുന്നത്. അപ്പം ഇതൊരു ചെറിയൊരു മുത്തിൻ്റെ അത്ര ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ടാബ്ലറ്റ്സ് ഇവർക്ക് ഭയങ്കര ഈസിയാണ് എടുത്ത് വായിക്കകത്തിടാനായിട്ട്. അപ്പം നമുക്ക് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കല്ല് പോകുന്ന പോലെ അല്ല. ഒരു കല്ല് പോയി കഴിഞ്ഞാൽ ഇപ്പം ചില സമയത്ത് നമുക്ക് എന്താണ് പൂപ്പു ഇടുമ്പോഴത്തേക്ക് അതിനകത്തൊന്ന് കിട്ടും. ഓക്കെ, ഒരു ബാത്റൂം പോകുമ്പോഴത്തേക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് കഴിക്കുന്ന പോലെ അലിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ ഓരോന്നും ബോഡി വാല്യൂസ് മാറാനും ഓരോരോ പ്രശ്നങ്ങൾ വന്ന് എന്തെങ്കിലുമൊക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓരോരോ ചെറിയ കാര്യങ്ങൾ നോർമലായിട്ടുള്ള ഇപ്പം എന്താണ് ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള സാധനം, ചൂട് വെള്ളം, അങ്ങനത്തെ കാര്യം, അതെല്ലാം വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ചിലപ്പോൾ ഒരു സെക്കൻഡ്സിൻ്റെ ഇടയ്ക്കായിരിക്കും എന്തെങ്കിലുമൊക്കെ പറ്റുന്നത്. പക്ഷേ നമ്മളെന്നാൽ ഒത്തിരി അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അവർക്ക് കളിക്കാനുള്ള ഒരു സമയവും നമ്മൾ കൊടുക്കണം, ഒരു ഫ്രീഡവും നമ്മൾ കൊടുക്കണം. പക്ഷേ എന്നാൽ മാക്സിമം നമ്മൾ നോക്കണം. പിന്നെ പിന്നിപ്പം ഒറ്റയ്ക്കൊക്കെ ഹെൽപ്പില്ലാതെ നിൽക്കുന്നവരിപ്പം ആരും ഹെൽപ്പില്ലാതെ നിൽക്കുന്ന സിംഗിൾ മോംസ് അല്ലെങ്കിൽ അങ്ങനെ ആരും ഇല്ലാത്തവർ, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവരെന്തെങ്കിലും കളിക്കാനൊക്കെ കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ നല്ല രീതിയിൽ നോക്കണം അവരെന്താ ചെയ്യേണ്ടത്. സോ അങ്ങനെ 2-3 കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. സോ ഇങ്ങനത്തെ ഈ എസ്പെഷ്യലി കിളിക്കുന്ന സാധനങ്ങൾ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും സൂക്ഷിക്കാൻ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പൊട്ട് അവൾ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിജോ വന്ന സമയത്ത് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ട്, ഇവൾക്ക് പൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. വലിയ പൊട്ട് ചുമ്മാ എൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇടയ്ക്ക് എനിക്ക് വെച്ച് തരും, അവൾ വെക്കും. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കൂടെ, അത് ഫുഡിൻ്റെ ഇടയ്ക്കൂടെ അപ്പോൾ അവൾ മനഃപൂർവ്വം വായിലിട്ടല്ല, അവൾ എന്തോ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഒരു കയ്യിൽ പൊട്ട്, ഒരു കയ്യിൽ എനിക്ക് തോന്നുന്നു ചോക്കോസിൻ്റെ കൂട്ടത്തെ സ്റ്റാർ മുണ്ടൊരു കുഞ്ഞു സാധനം. അപ്പം ഒരു കയ്യിൽ പൊട്ട്, ഒരു കയ്യിൽ ഇതും. അപ്പോൾ ഇവൾ വേറെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ അവൾ ഇതെടുത്ത് വായിലിട്ട്. കുറച്ച് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ നോക്കിയപ്പം പൊട്ട് കാണുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നു, കാരണം പൊട്ട് കാണുന്നില്ല. ഞാൻ ഒരു 1/2-3 മണിക്കൂർ കിടന്ന് തപ്പുക, പൊട്ടെവിടെ കാണുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ആ ബെഡ് മൊത്തം അവിടെ ഇവിടെ താഴെ എവിടെയെങ്കിലുമൊക്കെ ഷീറ്റിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ നോക്കാനായിട്ട്. അപ്പം ഡിജോ പറഞ്ഞ് അവളെന്തായാലും ചിലപ്പോൾ അറിയാതെ അത് കഴിച്ചാണ്, നാളെ നമുക്ക് എനിക്ക് വൈകിട്ട് ഉപ്പിടുമ്പോൾ നോക്കാം. എന്തായാലും അതിനകത്ത് നമ്മൾ നോക്കിയപ്പം പേപ്പറിനകത്തൊന്നും കിട്ടി. അത് ചിലപ്പോൾ കാണത്തില്ലായിരുന്നു, പക്ഷെ അത് നമ്മൾ കണ്ടത് കൊണ്ട് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അത് പോയിരുന്നു. പക്ഷെ ചില സമയത്ത് ഞാനിതിങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ ഇത് വയറ്റിനകത്ത് ഈ ഗമ്മുള്ളതുകൊണ്ട് ഒട്ടി, വയറിനകത്തൊക്കെ സൈഡിൽ ഒട്ടിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നൊരു ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. എപ്പോഴും അല്ല, പക്ഷേ ചില സമയത്ത്. ഇല്ലെങ്കിൽ അത് എന്താണ് നോർമൽ, ചിലപ്പോഴൊക്കെ ഇങ്ങനെ വേടുമ്പോൾ അത് നോർമൽ പൂപ്പിൽ കൂടെ പോവും. പക്ഷേ എപ്പോഴും അത് പോസിബിൾ അല്ല. സോ എസ്പെഷ്യലി ഈ മുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഈ ശ്വാസം മുട്ടുന്ന ടൈപ്പ് സാധനങ്ങളുണ്ട്, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു കുഴപ്പം, ഈ ചോക്കിങ് വരുന്നത്. അപ്പം പിന്നൊരു കാര്യം, ഈ പറയുന്നതിൻ്റെ തൊട്ട് ഫസ്റ്റ് എയ്ഡ് നമ്മൾ കുഞ്ഞ് ബേബീസിൻ്റെ ആണെങ്കിൽ
ഇങ്ങനെ അവൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോക്കിങ് പോലെ വരുമ്പം ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫുഡ് ജസ്റ്റ് ചവയ്ക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും അവൾ ചുമയ്ക്കുന്ന പോലെ കാണിക്കും. അതായത് തല ഇങ്ങനെ നമ്മുടെ തൈസയിൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് തല താത്തി വെക്കും. ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. അതായത് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ തൈസാണെങ്കിൽ ഇങ്ങനെ കമത്തി തല താഴോട്ടിട്ടിട്ട് നമ്മളിങ്ങനെ ബാക്കിൽ തട്ടും. ഇങ്ങനെ തല താഴത്തോട്ടിട്ടിട്ട് ഇങ്ങനെ തട്ടും. അത് പുറത്ത് പോകുന്നിടം വരെ തട്ടും ബാക്കിൽ. അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം കുഞ്ഞ് സ്ട്രോബെറി കട്ട് പീസസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾ കുറച്ച് നീളത്തിലും അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാൻ നോക്കണം. അതുകൊണ്ടാണ് ഒരിക്കലും ഈ റൗണ്ടായിട്ടുള്ള സാധനങ്ങൾ പീനട്ട്സ് അങ്ങനത്തെ ഒന്നും കൊടുക്കരുത്. അത് കൊടുത്താലും ഇങ്ങനെ കുറച്ചൊരു ഏജായി 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഹാഫായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി സോൾഡായിട്ട് കൊടുക്കുന്നത്. അതുവരെ എല്ലാം പൊടിച്ച് പാലില്ലാത്തോ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഫസ്റ്റ് ഇയർ നമ്മൾ കുട്ടികളെ നോക്കുന്നവരും പാരൻസും അറിഞ്ഞിരിക്കുക. പിന്നെ 1 ഇയർ എബവ് ആണെങ്കിൽ 2 ഇയേഴ്സൊക്കെ എബവ് ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് ഒരാൾ പിടിച്ചിട്ട് ഇങ്ങനെ ജെ പോലെ ഇങ്ങനെ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. ഇൻവേർട്ടഡ് ജെ പോലെ ചെയ്യണം. അപ്പം എന്താണ് ചോക്കിംഗ് ആയിട്ടുള്ള ശ്വാസകോശത്തിൻ്റെ അവിടുന്ന് ഫുഡ് പുറത്ത് ചാടും എന്നാണ് പറയുന്നത്. അത് ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എൻ്റെ വീഡിയോസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി പഠിക്കും. എനിക്ക് ഭയങ്കര നമുക്ക് ആ സമയത്ത് അറിയത്തില്ലെങ്കിലോ അതുപോലെ വേറെ കുറേ ഫസ്റ്റ് എയ്ഡ്സൊക്കെ പഠിച്ച് വെച്ചാൽ നല്ലതാണ്. ആവശ്യം വരും. എല്ലാം നമുക്കറിയത്തില്ലെങ്കിലും അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇതെനിക്ക് പെട്ടെന്ന് പറയണമെന്ന് തോന്നി. സോ ഓക്കെ ദെൻ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ ബൈ. കുക്കി ഒന്ന് ബായ് പറയാവോ? എല്ലാവരുടെ അടുത്തും ഒന്ന് ബായ് പറയാവോ? പോവാ വെക്കുവാ, വീഡിയോ ഓഫ് ചെയ്യുക. ബൈ ബേബീസ് പറ. Bye babies. ബൈ മാമാസ്. Bye mamas. ബൈ ഡാഡാസ്. Bye dadas. ബൈ ഓൾ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ? അതും നീ പറഞ്ഞോ? ചെയ്യാവോ? ഓക്കെ ദെൻ.